ഹലോ, എല്ലാവർക്കും നമസ്കാരം. ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം തന്നെ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും ഞങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന വീട് എടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായി പണിതിട്ടുള്ളൊരു വീടാണ്. ഉടമ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ്. 14 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് ഉള്ളത്. 4500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു എലിവേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിൽ ഒരു 12ഓളം കാർ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ വീടിൻ്റെ മുറ്റം ഒരുക്കിയിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ചാണ്. വളരെ മനോഹരമായ ഒരു മുറ്റമാണ് വീടിനുള്ളത്. ഈ വീട്ടിൽ നിന്നും കാക്കനാടിലേക്ക് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 6 കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് 6 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ. എടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും വെറും 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. വലിയ വീതി കൂടിയ റോഡ് ഫ്രണ്ടായിട്ടാണ് ഈ വീട് വരുന്നത്. വീടിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ എക്സ്ട്രാ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ചും കൂടി നിർമ്മിക്കുന്നതാണ്. കവേർഡായിട്ടുള്ള കാർ പോർച്ച് നിർമ്മിക്കുന്നതാണ്. ഈ സൈഡിലേക്കായിട്ട് ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് കിണർ വെള്ളമാണ്. കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. നമുക്കിനി ഈ വീടിൻ്റെ ചുറ്റുഭാഗം എല്ലാം ഒന്ന് കാണാം. 12ഓളം കാറ് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീട്ടിലുണ്ട്. നല്ല സൗകര്യമുള്ള വീടാണ്. ഇവിടെ ഒരു ഓഫീസ് റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് കിച്ചൻ്റെ ഏരിയ. ഒരു കറിവേപ്പില തൈ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ വർക്ക് ഏരിയ. അലക്കല്ല്. സർവൻറ്റിനായിട്ടൊരു ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സർവൻറ്റ് ഡ്രൈവർമാർ അവർക്കൊക്കെ ഇട്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇവിടെ ആയിട്ടൊരു കവേർഡ് കാർ പോർച്ച് ഉണ്ട്. വലിയൊരു സിറ്റ് ഔട്ട്. വലിയ ഡോറാണ് കൊടുത്തേക്കണത്. തേക്കിലാണ് കൊടുത്തേക്കണത്. സിറ്റ് ഔട്ട് കണ്ടോ? വലിയ സിറ്റ് ഔട്ടാണ്. ഫ്രണ്ട് ഡോറിന്റെ ലോക്ക് കൊടുത്തിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് വെച്ച് തുറക്കാൻ പറ്റും. കാർഡ് വെച്ച് നമ്പർ വെച്ച് 3 വെച്ച് തുറക്കാവുന്ന രീതിയിലുള്ള ലോക്കാണ് കൊടുത്തേക്കണത്. ഞാനിപ്പോൾ കാർഡ് വെച്ച് തുറന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്താൽ ഡോർ തുറയും ഈ കാർഡ് വെച്ചിട്ട്. ഇനി നമുക്ക് ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്തും തുറക്കാം, നമ്പർ വെച്ചും തുറക്കാം. ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വേണ്ടി വിസിറ്റിംഗ് റൂമിലേക്കാണ്. വലിയ വിസിറ്റിംഗ് റൂമാണ് അത്. സീലിങ്ങിനൊക്കെ വലിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ ഡിസൈൻ, വുഡൻ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിൽ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ജനലാണ് കൊടുത്തേക്കണത് ഇവിടെ. നമുക്കിനി വീടിൻ്റെ ഡൈനിങ് റൂം ഒന്ന് കാണാം. ഫുള്ളി ഫർണിഷ്ഡ് ആണ് കേട്ടോ ഈ വീട്. ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഒരു സീലിങ്ങിന് നല്ലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇട്ട വാഷ് ബേസും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു സോഫ കൊടുത്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റ്, TV വെക്കാനുള്ള യൂണിറ്റ് ഇവിടെയാണ്. അതിൻ്റെ അടിയിൽ ഷെൽഫുണ്ട്. ഇവിടെ ആയിട്ടൊരു സോഫ ഇട്ടിട്ടുണ്ട്.
ഇവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. തുറക്കുന്ന കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ഇത് വെച്ച് ഇതിട്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റുമെന്ന്. ഇപ്പം താക്കോലെ ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. കോർട്ട്യാർഡ് താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഈ വീട്ടിൽ വന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇവിടെയും സീലിംഗ് ജിപ്സം ഡിസൈൻ വർക്ക് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു കട്ടില് പൂർണ്ണമായും തേക്കിലാണ് മര പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തേക്കണത്. ഫുൾ തേക്കിലാണ് പണിതേക്കണത്. വലിയ അലമാരി, 6 ഡോറിന്റെ അലമാരിയാണ് തേക്കിന്റെ. ഇവിടെ ഇട്ട് ജനല്, വലിയ 3 പാളി ജനല്. ഇവിടെ ഇട്ട് 2 ഒറ്റപ്പാളി ജനലുണ്ട്. നല്ല സൗകര്യമുള്ള റൂമാണ് കേട്ടോ. നമ്മൾ കാണാൻ പോകുന്നത് ഈ ബെഡ്റൂമിന്റെ ബാത്റൂമാണ്. ഇവിടെ ഇട്ട് മേക്കപ്പ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ജാഗർ ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. കുളിക്കണ ഭാഗം ഗ്ലാസ് വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീണ്ടും താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിൽ വലിയൊരു ബെഡ്റൂമാണിത്. ഇവിടെയും ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിങ്ങിൽ. ഇവിടെയും കട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 6 ഡോറിന്റെ അലമാരിയാണ് കൊടുത്തേക്കുന്നത്. ഫാൻ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ. ഇത് വലിയൊരു കട്ടിലാണ്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ വെക്കാനുള്ള ടേബിള്, ഡ്രസ്സിങ് യൂണിറ്റ് എല്ലാം കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനല്. നമുക്കിനി ഈ ബെഡ്റൂമിന്റെ ബാത്റൂം ഒന്ന് കാണാം. ഇവിടെയും ജാഗർ ബ്രാൻഡിന്റെ ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും എല്ലാ ഫിറ്റിങ്സും ജാഗറിന്റെയാണ് ചെയ്തിട്ടുള്ളത്. ഡോറും തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ഡോറുകളും നമ്മളിനി കാണാൻ പോകുന്നത് ഈ വീടിന്റെ അടുക്കളയാണ്. വലിയൊരു അടുക്കളയാണ്. ഇവിടെ ആഴത്തിന് മുകളിലുമായി കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ ജിപ്സം വർക്ക്, ഫാൻ, ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഫാബർ ബ്രാൻഡിന്റെ ചിമ്മിണിയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ആയിട്ട് വലിയ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. വലിയ അടുക്കള കാണിച്ചു തരാം. ഫ്ലോറിങ് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വർക്ക് ഏരിയ ആണ് അടുത്തത്. ഈ അടക്ക ഡോർ പറഞ്ഞാൽ വർക്ക് ഏരിയ ആണ് ഇവിടെ. അതെ, വലിയൊരു വർക്ക് ഏരിയ. ഇവിടെ വാഷ് ബേസിൻ ഉണ്ട്, സിങ്ക്. ഇവിടെ പുകയില്ലാത്ത അടുപ്പ്. 2 ഡോറുണ്ട് കേട്ടോ വർക്ക് ഏരിയക്ക്. നേരത്തെ കാണിച്ചു തന്നിട്ട് അവിടെ സർവന്റിന്റെ ബാത്റൂം. ഇവിടെയൊക്കെ ഫ്ലോറിങ്ങിൽ ടൈലാണ് ഫ്ലോറിങ്ങിൽ ചെയ്തിട്ടുള്ളത്. എവിടെയായിട്ട് വേറൊരു സിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഡോറുകളൊക്കെ നല്ല കനത്തിലാണ് പണിതിട്ടുള്ളത്. തേക്ക് ഉപയോഗിച്ച് നല്ല കനത്തിലാണ് പണിതിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആണ് ഡോറെല്ലാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓഫീസ് റൂമാണ്. സൈഡിലായിട്ട് ചെറിയൊരു ഓഫീസ് റൂം.
ഈ ഡോറ് തുറന്നാൽ പുറത്തേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഇനി സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് ലൈറ്റ് വർക്ക് കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിലെ കാഴ്ചകൾ കാണാൻ കഴിയില്ല. വീടിൻ്റെ മുകളിലെ കാഴ്ചകൾ കാണാം. സ്റ്റെപ്പും തേക്കിലാണ് തേക്കുന്നത്. സൈഡിലായിട്ട് ഇത് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഹാൻഡിലായിട്ട് തേക്കിൻ്റെ തടിയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ആയിട്ട് വലിയൊരു ലാൻഡിങ് ഏരിയ ഉണ്ട്. വുഡൻ ഫ്ലോറിംഗ് അവിടെ ചെയ്തേക്കുന്നത് ടൈല് വെച്ചിട്ട്. ഇവിടെ ആയിട്ട് വലിയൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ടഫൻ ഗ്ലാസ്. അതേപോലെ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഇവിടെ ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വലിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയിലേക്ക് കംപ്ലീറ്റ് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്റ്റെപ്പ് കയറി അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. എവിടെയായിട്ട് സോഫ ഇട്ടിട്ടുണ്ട്, ഫാൻ സീലിങ്ങിൽ ഇട്ടിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വിസിറ്റിംഗ് റൂമിലെ കാഴ്ചകളൊക്കെ കാണാം. നല്ല ഹൈറ്റിലാണ് ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഒരു 2 ബെഡ്റൂമാണ് തന്നെ. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. താഴെ കണ്ടേ പോലെ തന്നെ സെയിം അതേപോലെ തന്നെയാണ് മുകളിലും പണിതിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു ബാൽക്കണി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആയിട്ടൊരു കമ്പ്യൂട്ടർ ടേബിൾ, ഡ്രസ്സിങ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, മേക്കപ്പ് കൗണ്ടർ. വലിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ പൂർണ്ണമായും ജാഗ്രത് ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ചെയ്തിട്ടുള്ളത്. തേക്കിലാണ് വാർഡ്രോബ് പൂർണ്ണമായും പണിതിട്ടുള്ളത്. 6 ഡോറിന്റെ വാർഡ്രോബാണ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു ബാൽക്കണി. ഈ ഡോറ് തുറന്നാൽ ഇങ്ങോട്ട് കയറാം. വലിയൊരു ബാൽക്കണി. ഗ്ലാസ്സുകളെല്ലാം ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡോറ് തേക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി മുകളിലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂമും നല്ല വലിയ ബെഡ്റൂമാണ്. കട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, തേക്കിൽ പണിത വാർഡ്രോബ്. ഇവിടെ ഈ ഡോറ് തുറന്നാലേ ഇവിടുന്ന് ബാൽക്കണിയിലേക്ക്, വീടിന്റെ ഫ്രണ്ട് വശത്തേക്കുള്ള ബാൽക്കണി ബെഡ്റൂമിൽ നിന്നുള്ളത്. ഇവിടെ ആയിട്ട് മേക്കപ്പ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിന്റെ ബാത്റൂം ഒന്ന് കാണാം. പൂർണ്ണമായും ജാഗ്രത് ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാൽക്കണിയാണ്. സെപ്പറേറ്റ് ലിവിങ് റൂമിൽ നിന്ന് ഒരു ബാൽക്കണി കൂടി ഉണ്ട്. വലിയൊരു ബാൽക്കണി. ഇവിടെ ഒരു ഡോറുണ്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ട്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയ ആണ്. വലിയൊരു യൂട്ടിലിറ്റി ഏരിയ ഇവിടെ കിട്ടും. കോർട്ട്യാർഡിലേക്കുള്ള ടഫൻ ഗ്ലാസ് ഇട്ടേക്കണത്. ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഡോർ തുറന്ന് മുകളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീടിൻ്റെ ടോപ്പിലേക്ക് കയറാൻ പറ്റും. ഇവിടെ സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കാണ് കൊടുത്തേക്കണത്. സ്റ്റാൻഡൊക്കെ കോൺക്രീറ്റിൽ തന്നെ വാർത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ടെറ കമ്പനിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കാണ് കൊടുത്തേക്കണത്. വില കൂടിയ വാട്ടർ ടാങ്കാണ്. ആദ്യമായാണ് ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീടുകളുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീട്ടിൽ എല്ലാ ബെഡ്റൂമിലും AC ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതാണ്. കൂടാതെ 5 kVയുടെ സോളാർ പാനൽ ഇൻസ്റ്റാളേഷനും ചെയ്യുന്നതാണ്. കൂടാതെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ചും നിർമ്മിക്കുന്നതാണ്. വളരെ മനോഹരമായി നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 14 സെൻറ്റോളം സ്ഥലമാണ് ഈ വീട്ടിൽ വരുന്നത്. 4700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില 3,40,00,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. യാതൊരുവിധ കമ്മീഷൻ കൂടാതെയാണ് ഞങ്ങളുടെ സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 6 കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് 6 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ട് ആയിട്ടാണ് വീട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ അവസരം പാഴാക്കാതിരിക്കുക. വളരെ മനോഹരമായ അതും നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.